എൻ്റെ അമ്മയെന്ന് തുടങ്ങി, പക്ഷെ ഞാൻ കണ്ടു അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു വേറെ ലെവൽ പടം. അപ്പോൾ പെട്ടെന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ വേടടിച്ച്, അപ്പോൾ ലാഭം മൊത്തത്തിൽ ഉറക്കമായിരുന്നു. ഇപ്പം ഞാനും പകുതി ഉറങ്ങി. മമ്മൂക്കാക്ക് നല്ലൊരു അവാർഡിനൊക്കെ ഉള്ള എല്ലാ ഇതുണ്ട്. ആ ഒരു ലെവലിലിരുന്ന് കാണണം, എന്നാലും മാത്രമേ ഇഷ്ടപ്പെടൂ. പക്ഷേ മാസും ഇടിയും ഫൈറ്റും വിചാരിച്ച സിനിമ കാണാൻ പോകരുത്, അത്രേ ഉള്ളൂ. ഹൈ ഫ്രണ്ട്സ്, ബ്രഹ്മയുഗം അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ മൂവി പ്രതീക്ഷിച്ച് വന്ന ഫാൻസിന്റെ കിടിലം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ടു. മൊത്തത്തിൽ ഒരു എക്സ്ട്രാordinary പടം. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം, വെറും 4 കഥാപാത്രങ്ങൾ, അത് വെച്ചൊരു അത്ഭുതമാണ്. ഇനി അറിയാനുള്ളത് ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്നാണ്. അപ്പോൾ ബ്രഹ്മയുഗം കണ്ടിറങ്ങിയ നോർമൽ ഓഡിയൻസിന് ഈ ഒരു പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ബ്രഹ്മയുഗം നോർമൽ ഓഡിയൻസ് റിവ്യൂല്. പടം കൊള്ളാം, നല്ല പടം. നല്ല പടമാണ്. മമ്മൂട്ടി പൊളിച്ച് നമ്മൾ വിചാരിക്കണല്ലേ ഈ പ്രായത്തിലും മമ്മൂട്ടിയുടെ അഭിനയം അതൊരു രക്ഷയില്ല. അർജുൻ അശോകൻ എല്ലാവരും കൊള്ളാം. എല്ലാവർക്കും കണക്ട് ആവോ? എല്ലാ ഓഡിയൻസിനും കണക്ട് ആവും. പക്ഷേ മാസും ഇടിയും ഫൈറ്റും വിചാരിച്ച സിനിമ കാണാൻ പോകരുത്, അത്രേ ഉള്ളൂ. എന്താണ് സ്ലോ പേസ് ആയതുകൊണ്ട് ഉറങ്ങിയതാണോ അതോ തുടക്കത്തിൽ ഭയങ്കര ബാഡ് അടിച്ചു, അപ്പോഴേ അങ്ങ് ഉറങ്ങി. ഇതല്ലേ പ്രതീക്ഷിച്ചത്? എന്താ ഹൊററാണോ പ്രതീക്ഷിച്ചത്? ഇങ്ങനല്ലായിരുന്നു പ്രതീക്ഷ, ഇങ്ങനല്ലായിരുന്നു. പക്ഷേ വിചാരിച്ചതിലും ഭയങ്കര ബാഡായിപ്പോയി. സാറ്റിസ്ഫൈഡ് ആണോ? ഒരിക്കലും അല്ല. എന്താണ് ഇങ്ങനെയാണല്ലോ പ്രതീക്ഷ? ഒരു മിസ്റ്ററി പടമാണല്ലേ പ്രതീക്ഷിച്ചതോ? ചേട്ടാ, നമ്മളിപ്പം ഒരു പടം പ്രതീക്ഷിച്ച് വരുമല്ലേ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ കാണാം, മനസ്സിലായില്ല. ഞാൻ പോലും അറിഞ്ഞില്ല, നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ട് വന്നതാ. അപ്പോൾ പെട്ടെന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ വേടടിച്ച്, അപ്പോൾ ലാഭം മൊത്തത്തിൽ ഉറക്കമായിരുന്നു. ഇപ്പം ഞാനും പകുതി ഉറങ്ങി. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ആ കൺസെപ്റ്റ് കണക്ട് ആവാത്തതുകൊണ്ടാണോ? നമുക്ക് അതിനെ പിടിച്ചൊരു അതൊരു എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ടൈപ്പ് പടം അല്ലല്ലോ. പ്രതീക്ഷിച്ച സംഭവം ഇങ്ങനെയാണോ? ഈ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു? അത് ഹൈപ്പായിട്ട് നോക്കണില്ല. ഇപ്പോൾ ഹൊറർ മൂവി ആയിട്ട് നോക്കിയാൽ പോലും ഒരു ജനർ വേറെയാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ജനറല്ല. ഇപ്പോൾ നമ്മൾ പഴയ ടൈപ്പിൽ ആകാശം കണ്ടിട്ട് പിന്നെ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഭൂതകാലം കണ്ടിട്ടില്ലേ, അത് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രഹ്മയുഗം വരുമ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ പടത്തിൽ. എല്ലാ ഓഡിയൻസിനും വർക്കൗട്ട് ആവോ അതോ? ഇല്ല, വർക്കൗട്ട് ആവില്ല. എല്ലാവർക്കും വർക്കൗട്ട് ആവില്ല. പക്ഷേ ഇപ്പോൾ പടത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു പടത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സിനിമയെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിക്ക് കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അമ്മയെന്ന് തുടങ്ങി, പക്ഷെ ഞാൻ കണ്ടു അടിപൊളിയായിരുന്നു. ഞാൻ മോഹൻലാൽ ഫാനാണ്, പക്ഷേ മമ്മൂട്ടി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കാണുമ്പോൾ ഒരു പേടി, അയ്യോ രക്ഷയില്ല. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നമ്മൾക്ക് ന്യൂ ജനറേഷൻ അല്ലേ, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഒന്നും തിയേറ്റർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആവേശം ഒക്കെ ഉണ്ടായിരുന്നു. അമ്മക്ക് എന്താണ് ഉറക്കം വന്നോ? ചെറുതായിട്ട്, പക്ഷെ നല്ല സിനിമയായിരുന്നു. പടം കൊള്ളാം, പടം ഒരു രക്ഷയില്ല, ഡയറക്ഷനൊക്കെ പൊളി. പിന്നെ നമുക്ക് പറയണ്ടല്ലോ, കിടില്ല. ചില ചിരിയും ചില നോട്ടമൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ കാണുന്നത്. അപ്പം ഉള്ള രക്ഷയില്ല, ഒരു രക്ഷയില്ല, അവിടെ കിട്ടില്ല പടം. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മമ്മൂക്കാക്ക് നല്ലൊരു അവാർഡിനൊക്കെ ഉള്ള എല്ലാ ഇതുണ്ട്. പേടിച്ച മമ്മൂട്ടി അങ്ങനെ കണ്ടിട്ട്? ഒന്നുമില്ല, ഇത്രയും കാലത്ത് മമ്മൂട്ടിയുടെ ഒരു വേറിട്ട് ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത ഒരു എന്താണ് പടം കണ്ടപ്പോ തോന്നിയത്? പേടിയാണോ അതോ ഒരു ഒന്നും മനസ്സിലാവാതെ? ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയും, ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. അപ്പൊ ഫാമിലിക്ക് എല്ലാം ഇഷ്ടപ്പെടും. എനിക്കറിയാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ ചില ഇങ്ങനെ വരുന്ന സ്റ്റോറികൾ ആൾക്കാർ കണക്ട് ആവാതെ വരും. ഇപ്പൊ വാലിബിനൊക്കെ സംഭവിച്ച പോലെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം മമ്മൂക്ക എന്നൊരു ബ്രാൻഡിന്റെ തന്നെ പേര് കണ്ടാൽ തന്നെ ഓഡിയൻസ് കയറുന്നത് തന്നെയാണ്. മമ്മൂക്ക വീണ്ടും 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 അങ്ങനെ മിനുക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അല്ലാതെ വലിയ അഭിപ്രായമൊന്നുമില്ല, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ സംഭവം? എങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഒരു ഹൊറർ പടമാണ്, ഹൊറർ പ്രതീക്ഷയാണോ വന്നത്? ഹൊററൊന്നുമില്ല, ഒരു നോർമൽ പടം. പക്ഷേ മമ്മൂട്ടി കിടിലമായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു അഭിനയം എല്ലാം കിടിലമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു ലെവലിലിരുന്ന് കാണണം, എന്നാലും മാത്രമേ ഇഷ്ടപ്പെടൂ. ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്? കുഴപ്പമില്ല. അല്ല, ഇതാണോ പ്രതീക്ഷ? മമ്മൂട്ടിയുടെ ഒരു ബ്ലാക്ക് ഇതല്ല പ്രതീക്ഷ, പക്ഷെ പ്രത്യേകതരം പടം. ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു വേറെ ലെവൽ പടം. സാറ്റിസ്ഫൈഡ് അല്ല? അഭിനയം കൊള്ളാം, പക്ഷെ വിചാരിച്ചതല്ല. എന്താണ് ഒരു പേടിപ്പിക്കുന്ന ഒരു പടമായിരിക്കും എന്നാണോ? എന്താ പറയാ, വേറൊരു മൂഡിൽ വന്ന് കണ്ട പടം. കുഴപ്പമില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടമായി. പുള്ളിയുടെ മൂഡായിരുന്നില്ലേ, ഞാനത് അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ വന്നു. ഒരു എക്സ്പെരിമെന്റൽ മൂവി ഐ മീൻ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന ഓൾറെഡി അറിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു വേറെ കൈൻഡ് ഓഫ് മൂവി, സാധാ ഒരു പാറ്റേൺ അല്ലാതെ വേറൊരു കൈൻഡ് ഓഫ് മൂവി. കൊള്ളായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലാതെ നമ്മൾ OTT വന്നിട്ട് കാണുമ്പോൾ അത് അത്രയ്ക്ക് ഗുമ്മ് കിട്ടത്തില്ല.
മമ്മൂട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ ലുക്കിൽ? ഞാൻ ഇതിൽ കണ്ടിട്ടില്ല, പക്ഷെ കൊള്ളാം. ഇതിൽ ബോറില്ലാതിരുന്ന് കണ്ട്. എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം മുമ്പ് കണ്ടിട്ടുണ്ടോ, അത് ആദ്യമായിട്ടാണ് കാണുന്നത്? പണ്ട് കണ്ടിട്ടുണ്ട്, പണ്ട്. ഇപ്പം കണ്ടപ്പോ എങ്ങനെ തോന്നി? വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെട്ടു. എല്ലാം പടം ഈ ടീസർ ട്രെയിലർ കണ്ടപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെന്നായിരുന്നു, പക്ഷെ പടം കണ്ടപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. ഓക്കെ, എങ്ങനെയാണ്, ഹൊറർ ആണോ അതോ ത്രില്ലടിപ്പിക്കോ? ത്രില്ലർ ഹൊറർ